എല്ലാവരും നല്ല ഉറക്കത്തിലാണല്ലോ. ഉറക്കത്തിൽ ചിരിക്കുവോ? അവരെന്തോ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. ചിരിക്കുന്നു. അതാ ഓനും ചിരിക്കുന്നു. ഇനിയിപ്പോൾ രണ്ടാളെ ചിരിക്കാത്തുള്ളൂ. ഭയങ്കര അഭിനയം, അടിപൊളി അഭിനയം. ഷാദിൽ ഓസ്കാർ അവാർഡ് കൊടുക്കണം. ചിരിക്കല്ലേ ഷാദിലെ ചിരിക്കല്ലേ. ഇങ്ങളെന്താണ്? നീക്കെല്ലാവരും ഒരു കാര്യം പറയട്ടെ. ആ നീക്ക് സാറായില്ലേ? അഭിനയിച്ചതാന്ന് പറയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലടോ ഉറങ്ങുമ്പോൾ കുറേ മര്യാദകളുണ്ട്. വെറുതെ അങ്ങനെ ഉറങ്ങല. ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ. അല്ല വേണ്ട, ഒന്നും വേണ്ട. കാക്ക പറഞ്ഞ ആ കടങ്ങാറുണ്ടാക്കണ്ട അല്ലേ? എന്തിനാ നമ്മൾ ഉറങ്ങണേ? അത് പറയും. എന്തിനാ നമ്മൾ ഉറങ്ങണേ? ഒരു സുഖത്തിന്, ശാരീരിക സുഖത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ശാരീരിക സുഖം എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷീണമല്ലാതെ നിൽക്കാൻ അല്ലേ? ഞാനേ കുറേ നമ്മളെ ഹത്തീബുസ്ഥാൻ്റെ അപ്പുറം ഒരു രോഗീനെ കാണാൻ പോയി കുറേ മുമ്പ്. അപ്പോൾ രോഗീനോട് എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴേ, നീ കേൾക്കുന്നുണ്ടോ? രോഗീനോട് എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോഴേ പറഞ്ഞു, ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു സമാധാനമായിരുന്നു എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കഴിയുന്നില്ല, ശരീരം മൊത്തം വേദനയായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ഉറങ്ങാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. എന്തെല്ലാവരും നിസ്സാരപ്പെട്ട കാര്യമാണ് ഉറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ. ആണോടോ? നിസ്സാര കാര്യമല്ല ഉറങ്ങാൻ കഴിയാന്ന് പറഞ്ഞാൽ. അത് വലിയൊരു അനുഗ്രഹമാണ്. ഇവിടെ എല്ലാവരും ഇല്ലേ? ആമീർ സാർ. ആ അതായത് നമ്മൾ ഇന്നത്തെ വിഷയം ഉറക്കം തന്നെയാണ്. ഖുർആനിൽ പറയുന്നുണ്ട് വജഅൽനാ നൗമക്കും സുബാതാ. ഞാൻ ഇന്നലെ മോനൂസിന് ഓതി കൊടുത്ത ആയത്താണ്. വജഅൽനൽ ലൈല ലിബാസ അല്ലേ? വജഅൽനാ നൗമക്കും സുബാത. കേട്ടോ? അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? വജഅൽനൽ ലൈല ലിബാസ. നിങ്ങൾക്ക് നാം രാത്രിയെ വസ്ത്രമാക്കി തന്നു. വസ്ത്രം അല്ല പറയാ. അതായത് രാത്രിയാണല്ലോ നമ്മൾ ആരും കാണാതെ വീട്ടിൻ്റെ ഉള്ളിൽ പൊതുപ്പിൻ്റെ ഉള്ളിൽ അല്ലേ? അപ്പോൾ വസ്ത്രത്തിൻ്റെ ഉദ്ദേശം എന്താ? നമ്മളെ നഗ്നത മറക്കുക എന്നുള്ളതാണ് അല്ലേ? ആരും കാണാതിരിക്കാൻ, നമ്മളെ ഔറത്താരും കാണാണ്ടിരിക്കാനാണ് നമ്മൾ എന്താക്കണത്? ഡ്രസ്സ് ഇടുന്നത്. അതേപോലെ രാത്രി ആകുമ്പോൾ നമ്മളാരും കാണൂല. നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ ഫ്രീ ആയി പിന്നെ ഒറ്റക്ക്. അപ്പോൾ പുറത്തുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ടോ? കള്ളന്മാരൊക്കെ അതുകൊണ്ടല്ലേ ഇപ്പോൾ രാത്രി ഇറങ്ങുന്നത്. ആരും കാണാണ്ട് ഇറങ്ങുക. കള്ളന്മാരൊക്കെ രാത്രി ഇറങ്ങുന്നത് എന്തുകൊണ്ടാ? ആരും കാണൂല. അതുകൊണ്ട് ലിബാസ, വസ്ത്രം പോലെയാണ് രാത്രി. വജഅൽനാ നൗമക്കും സുബാത. നിങ്ങളുടെ ഉറക്ക് നിങ്ങൾക്ക് നാം പിന്നെ ക്ഷീണമകറ്റാനുള്ള ഒരു മാർഗമാക്കി തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സുഖം കിട്ടാനുള്ളത്, ക്ഷീണമകറ്റാനുള്ള ഒരു കാര്യമാക്കിയിട്ട് തന്നു. അപ്പോൾ ഉറക്ക് എന്ന് പറയുന്നത് ക്ഷീണം മാറ്റാനുള്ള ഒരു കാര്യമാണ്. അത് സുഖത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല നമ്മളെ ക്ഷീണം. ഒരാളുടെ ഉറക്കിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് എത്ര മണിക്കൂർ ഉറങ്ങണം എന്നറിയോ? നിങ്ങൾ ഇന്നലെ രാത്രി എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും? ഞാൻ ഒരു 9:30 ഉറങ്ങിയിട്ട് രാവിലെ 6 മണിക്ക്. രാത്രി 11:30 ആവും. എന്താ അങ്ങനെ എത്ര ആയത്? എനിക്കെന്താ? 10 മണിക്ക് ഉറങ്ങി. 10 മണിക്ക് ഉറങ്ങി. ഉറങ്ങണം. ശാസ്ത്രം പറയുന്നത് ഒരാൾ 5 മണിക്കൂർ മുതൽ ഒരു 8 മണിക്കൂർ വരെ ഉറങ്ങണം. ഓരോരുത്തരെ ഡിപ്പെൻസ് അപ്പോൾ നല്ല പിന്നെ രാവിലെ മുഴുവനും പകൽ മുഴുവനും അധ്വാനിച്ച് പണിയെടുത്ത് കഷ്ടപ്പെട്ട് കൊത്തി കളിച്ചൊക്കെ വരുന്ന ആളാണെങ്കിൽ, വയലിലൊക്കെ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ പണിയെടുത്തിട്ട് അങ്ങനെയൊക്കെ വരുന്ന ആളാണെങ്കിൽ അയാളൊരു 6 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം. ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങേണ്ട അവസ്ഥ ഉണ്ട് ചിലപ്പോൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു 5-6 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി. നമുക്ക് വേറെ അധ്വാനങ്ങളൊന്നുമില്ലല്ലോ. നമ്മൾ പഠിക്കുന്നത്, മദ്രസയിൽ വരുന്നത്, സ്കൂളിൽ പോകുന്നത്, പഠിക്കുന്നത്, ഉറങ്ങുന്നത്, തിന്നുന്നത്, കളി വരെ കുറവാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളൊരു 6 മണിക്കൂർ എന്തായാലും നിർബന്ധമായിട്ട് ഉറങ്ങണം. രാത്രിയൊക്കെ ഉറങ്ങി 6 മണിക്കൂർ കിട്ടുമോ? 11:30 ഉറങ്ങിയാൽ ഒരു 6 മണിക്കൂർ അങ്ങനെ ഉറങ്ങണം. നേരത്തെ ഉറങ്ങണം, നേരത്തെ എണീക്കണം. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. 9 മണിക്കൊക്കെ നല്ല ടൈമാണ്. അപ്പോൾ പഠിത്തം നേരത്തെ തുടങ്ങണം. മരുവിസ്കരിച്ചിട്ടല്ലേ? വിസ്കരിച്ചാൽ പിന്നെ ഭർത്താനവും കൂട്ടൊന്നും ഉണ്ടായിരുന്നു. വേഗം ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക. അല്ലെങ്കിൽ ഏഷാന്റെ മുമ്പ് ഭക്ഷണം കഴിക്കുക. അതാണ് നല്ലത്.
പഴയ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്നത് എഷായിന് മുമ്പാ. എഷായിന് മുമ്പാണ് ഭക്ഷണം കഴിച്ചത്. അല്ല എഷായിന് മുമ്പ് കഴിക്കൂ, എന്നുവെച്ചാൽ എഷാ നിസ്കരിച്ചിട്ട് ഉറങ്ങും. അങ്ങനെയാണ് പഴയ ആൾക്കാർ ചെയ്തത്. നമ്മളാണ് ഇപ്പം എന്താക്കുന്നത് 11:30 വരെ കുത്തിന് ഇങ്ങനെ ടി വിയോ അല്ല നിങ്ങളെ പറയല് ടി വി ഇല്ല, ചില ആൾക്കാരെ പറയും ടി വി നേരം പോകും. അതെന്തെങ്കിലും ആട്ടെ, ഒന്നല്ല നമ്മളെ വിഷയം. അപ്പോൾ നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ടേ കുറേ കാര്യങ്ങൾ. കുറേ വജഅൽനാ നൗമക്കും സുബാത്ത അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സൂറത്തുൻ നബയിലെ ആയത്താണത്. വിശ്രമ സമയമാക്കി തന്നു എന്ന് പറയുന്നത് സൂറത്തുൻ നബയിലെ 9ാമത്തെ ആയത്താണ് കേട്ടോ. പിന്നെ ഉറങ്ങുമ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങുന്നതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഒതെടുക്കണം. കറക്റ്റ് ഒതെടുക്കണം. എന്നിട്ട് നമ്മളെ വിരിപ്പൊക്കെ കുടയണം എപ്പോഴും ഉറങ്ങുന്നതിന് മുമ്പ്. പറയാൻ പറ്റൂല, വിരിപ്പിലും ചിലപ്പോൾ എന്തുണ്ടാവും, വല്ല പാമ്പോ തേളോ എന്തെങ്കിലും കയറി കൂടി നമ്മൾ അറിയോ? അറിയൂല. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും വിരിപ്പ് കുടയണം. പിന്നെ മണ്ണാനൊക്കെ ഉണ്ടാവും. നോട്ടെ. പിന്നെ മിസ്വാക്ക് അതന്നെ, വലിയൊക്കെ രാത്രി ബ്രഷ് പിന്നെ ഒതെടുക്കുമ്പോൾ പല്ലും തേക്കുക. അങ്ങനെ വന്ന് കിടക്കുക അല്ലേ, ഒറ്റ കിടത്തം. പിന്നെ ഇത് അതാ വേണമെങ്കിൽ ഏതറിയോ? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33. അത് കുറേ ഉണ്ട്. ചെറിയൊരു ദിക്ർ പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹ്. ചെറിയൊരു ദിക്ർ ചൊല്ലാറുണ്ട് റസൂൽ. ഏതറിയോ? അതെ, നബി തങ്ങൾ ചൊല്ലിയൊരു ദിക്റുണ്ട്. അല്ലാഹുമ്മ ബിസ്മിക അഹ്യാ വഅമൂതുന്ന്. ചെറുതായിട്ടൊരു ദിക്റുണ്ട്. വലിയ ദിക്റുകൾ വേറെ ഉണ്ട്. എന്തെന്നാ അല്ലാഹുമ്മ ബിസ്മിക അഹ്യാ വഅമൂതു. അതായത് പിന്നെ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവേ, നിന്റെ നാമം കൊണ്ട് ഞാൻ ഉറങ്ങുകയാണ്, നിന്റെ നാമം കൊണ്ട് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്യാണ്. ചെറിയൊരു ദിക്റ് അതെങ്കിലും ചൊല്ലുക, എന്നിട്ട് ഉറങ്ങുക. ഉറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടാണ് കിടക്കേണ്ടത്. അല്ല, വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം ഏറ്റവും നല്ലത്. അതായത് റസൂലുള്ള കിടക്കുമ്പോൾ ഇങ്ങനെ വലത് കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് വലതു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കല സാധാരണ. റസൂലുള്ളാഹിന്റെ കിടത്തം അങ്ങനെ ആയിരുന്നു എന്നാണ് ഹദീസിലുള്ളത് കേട്ടോ. അപ്പോൾ വലതു ഭാഗത്തേക്ക് പരമാവധി കിടക്കുക. അപ്പോൾ നിങ്ങൾ പുരയിൽ കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ സൗകര്യം ഉള്ളിടത്ത് അങ്ങനെ കിടക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തല പൊന്തിച്ച് വെച്ചിട്ട് കിബിലൊക്കെ നേരെ വരുന്ന രൂപത്തിൽ അല്ലേ, മയ്യത്ത് കിടത്തേണ്ടത് അങ്ങനെയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് എന്താവേണ്ടത്, കിടക്കേണ്ടത് കേട്ടോ. അങ്ങനെ രാവിലെ എണീച്ചാൽ എന്ത് പറയണം? രാവിലെ എണീക്കുമ്പോൾ ആ ചൊല്ലലുണ്ടെങ്കിൽ അല്ല, അത് നിങ്ങൾ ചൊല്ലല്ല, അതുകൊണ്ട് കിട്ടാത്ത അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അത് ചൊല്ലുക കേട്ടോ. കാരണം ഉറക്കം പറയുന്നത് നല്ലൊരു അനുഗ്രഹമാണ്. അല്ലാഹു തആല നമ്മളെ ഉറങ്ങി എഴുന്നേൽപ്പിച്ചു. ചില ആൾക്കാർ ഉറക്കത്തിൽ മരിച്ചു പോകുന്നില്ലേ? എത്രയോ ആൾക്കാർ അറ്റാക്ക് വന്ന ഉറക്കത്തിൽ എന്തായി പോകുന്നത്, രാവിലെ എണീക്കുമ്പോൾ മരിച്ചു. ഈ ഉറക്കം എന്ന് പറയുന്നത് മരണത്തിന്റെ ഒരു ചെറിയ രൂപമാണ്. അതറിയോ? മരിക്കന്നെയാണ്, നമ്മളെ ആത്മാവിനെ അള്ളാഹു എടുത്തു കളയാണല്ലോ. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആത്മാവിന് അള്ളാഹു തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഉറക്കം സംഭവിക്കുന്നത്. അത് തിരിച്ചു കൊടുത്തില്ല, നമ്മൾ മരിച്ച് രാവിലെ എഴുന്നേൽക്കൂല. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത്. ഇന്ന് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. മഷൂദ് ഉസ്താദിൻ്റെ കാറാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ചെയ്യാൻ കാരണം പുറത്ത് ഭയങ്കര ഒച്ചപ്പാടാണ്. പിന്നെ സൗകര്യം കിട്ടിയപ്പോൾ കയറിയെന്നേ ഉള്ളൂ. അപ്പോൾ കാറാണല്ലോ ട്രെൻഡിലേ. എല്ലാവരും ടാറ്റ കൊടുത്താ. അപ്പോൾ നമുക്ക് പോയി പിരിയല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക, കമന്റും ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.